അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിസ്കരിക്കാനുള്ള മടി മാറാൻ, ആരാധനാ കർമ്മങ്ങൾക്ക് ഉന്മേഷം ലഭിക്കാൻ, ഭക്ഷണ ദാരിദ്ര്യം മാറിക്കിട്ടാൻ ഉപകരിക്കുന്ന ഒരു സൂറത്തിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എപ്പോഴാണ് നാം ഓതേണ്ടത് എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. പൂർണ്ണമായും കേൾക്കുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നല്ല ഉദ്ദേശത്തോടെ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു അൽഹംദുലില്ലാ കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഭക്ഷണ വിഭവങ്ങൾ സുലഭമായി ലഭിക്കാൻ, ഭക്ഷണത്തിൽ ബറക്കത്ത് വർദ്ധിക്കാൻ, ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ, ആരാധനാ കർമ്മങ്ങൾ മടി കൂടാതെ ഉന്മേഷത്തോടെ നിർവഹിക്കാൻ ഈ പറയുന്ന രൂപത്തിൽ ഈ സൂറത്തിനെ പതിവാക്കുന്നവർക്ക് ഉറപ്പായും ഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ഗുണഫലങ്ങൾ അടങ്ങിയ സൂറത്തുൽ ഇൻഷിറാഹ്, അലം നശ്റഹ് എന്ന ചെറിയ സൂറത്തിനെയാണ് നാം പതിവാക്കേണ്ടത്. നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാഹ്. കാണാതെ അറിയാത്തവർ അതിനെ നിർബന്ധമായും കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സ്വദ്റക വവളഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്തിനെയാണ് നാം പതിവാക്കേണ്ടത്. ഇമാം അഹ്മദ് സ്വാവിൽ മാലിക്കി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഒരാൾ സൂറത്ത് അലം നശ്റഹ് 5 നേരത്തെ നിസ്കാര ശേഷം 10 തവണ ചൊല്ലി പതിവാക്കി വന്നാൽ, 10 തവണ ചൊല്ലുന്നത് പതിവാക്കി വന്നാൽ അവർക്ക് ഭക്ഷണ വിഭവങ്ങൾ സുലഭമായി ലഭിക്കുകയും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീഖും ലഭിക്കുന്നതാണ്. നിസ്കരിക്കാനും മറ്റു ആരാധനാ കർമ്മങ്ങൾ ചെയ്യാനും മടിയുള്ളവരും ഭക്ഷണ ദാരിദ്ര്യമുള്ളവരും ഈ സൂറത്ത് 10 തവണ 5 വക്ത് നിസ്കാര ശേഷം പതിവാക്കി വരിക. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി ഓതുക, തീർച്ചയായും ഫലം ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു അൽഹംദുലില്ലാ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.